ഹലോ ഫ്രണ്ട്സ്, ജിദ്ദയിൽ നിന്ന് 3 മണിക്കൂർ യാത്ര ചെയ്ത് നേരെ ഞങ്ങൾ പോയത് യാംബുവിലേക്കാണ്. യാംബു എന്ന് പറയുന്നത് 4 സൈഡും കടലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ സ്ഥലമാണ് യാംബു എന്ന് പറയുന്നത്. നമ്മൾ എവിടെ നോക്കിയാലും കടൽ തന്നെ. ആദ്യം തന്നെ നമ്മളെ നാടിനെ ഓർമ്മപ്പെടുത്തുന്ന കൂട്ട് തന്നെ കൊല്ലം നീണ്ടാര പാലത്തിൻ്റെ കൂട്ടൊരു പാലം. ആ പാലം കയറി കുറച്ചുകൂടി മുമ്പോട്ട് ചെല്ലുമ്പോൾ നല്ല മനോഹരമായ ഒരു പാർക്കാണ്. രാവിലെ ഞങ്ങൾ ഒന്നും കഴിക്കാതെയാണ് ജിദ്ദയിൽ നിന്ന് വിട്ടത്. അതുകൊണ്ട് ഇവിടെ വന്ന് ആദ്യം പാർക്കിൽ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു ഗ്യാസ് അടുപ്പുമായിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ദോശ ചൂടാം എന്ന് വിചാരിച്ചു. ദോശമാവ് എടുത്ത് കലക്കി ദോശ ചൂടാനുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ നമ്മുടെ ഫ്രീക്കൻ ഒരു ദോശ ചുട്ട് അത് റെഡിയായി. അവൻ കഴിക്കാനിരുന്നു. ദോശയുടെ കൂടെ ഓരോ ഓംലേറ്റും സെറ്റാക്കി. അങ്ങനെ ദോശയും ഓംലേറ്റും ചെറിയ ഒരു ചമ്മന്തിയും. അപ്പോഴത്തേക്കും നമ്മുടെ ബോസ് സുനീഷ് ഭായി എത്തി. സുനീഷ് ചേട്ടനും ദോശ ഇടിയിൽ തുടങ്ങി. അങ്ങനെ ഒരു മത്സരമായി പിന്നെ ദോശ ഇടിയിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ ദോശയും ഓംലേറ്റും എല്ലാം കഴിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നു. അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ ഒന്ന് കറങ്ങി. അവിടെ കറങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ്, അവിടെ അടുത്ത് തന്നെ ഒരു ദ്വീപിലേക്ക് ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട്. എവിടെ പോയാലും മലയാളി ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഞങ്ങൾ അവിടെയും കണ്ടു ഒരു മലയാളി ചേട്ടനെ. ആ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. 400 റിയാലാവും ആ ബോട്ട് നമുക്ക് 4 മണിക്കൂർ എടുത്ത് അവിടേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി. ആ ചേട്ടൻ തന്നെ നമ്മളെ സാരഥിയായിട്ട് വരികയും ചെയ്യും. ഒരു 8 പേരൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഞങ്ങൾ 3 പേരേ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആ ഒരു യാത്ര ഒഴിവാക്കി. സാമ്പത്തികം മുഖ്യം ബിഗിലേ. അത് കാരണം ഞങ്ങളത് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റി കുറേ കണ്ടതിന് ശേഷം അവിടെ പാർക്കിൽ തന്നെ വെച്ച് ഒരു ചായയും കുടിച്ചതിന് ശേഷം ഞങ്ങൾ പതുക്കെ അവിടുന്ന് വണ്ടിയെടുത്ത് റൂം എടുക്കാനുള്ള പ്ലാനാണ്. റൂം എടുത്ത് ഇന്നിവിടെ തങ്ങണം യാംബുവിൽ. എന്നാൽ മാത്രമേ നമുക്ക് യാംബു ഫുള്ളായി കാണാൻ പറ്റൂ. അങ്ങനെ മുമ്പോട്ട് യാത്ര തുടങ്ങി. അപ്പോൾ കാണാം ഫുള്ള് കടലാണ് കേട്ടോ. കടലിൻ്റെ സൈഡിൽ കൂടി തന്നെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട് പകൽ തന്നെ കാണാൻ. അപ്പോൾ തന്നെ ഉറപ്പിച്ച് വൈകിട്ട് ഉറപ്പായിട്ടും വന്ന് ഇവിടേക്ക് ഒന്നുകൂടി കാണണം എന്ന്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഞങ്ങളെ ഫോളോ ചെയ്യുക. ഞങ്ങൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും.